തീത്തുള്ളികൾ വീഴാം. പക്ഷെ അല്ലെങ്കിൽ ഇവിടെ യേശു കർത്താവിന് ഇത് രണ്ടും അനുഭവിക്കപ്പെടേണ്ടി വന്നില്ല. പക്ഷേ കഠോരമായ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് ലോകത്തിന്റെ സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരം യേശുവിന്റെ മേലായി. സ്തോത്രം. യേശു കർത്താവ് കാൽവറിയിലേക്ക് ആ മരക്കുരിശിലേക്ക് ക്രൂശിലേക്ക് കർത്താവ് നടന്നു പോകുമ്പോ അത് ശിരസ വഹിക്കപ്പെടുമ്പോ യേശുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരു കുറ്റവും അവൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനായി യേശു കർത്താവിന്റെ മേൽ ആ പാപഭാരം അവന്റെ മേൽ വരാനിടയായി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഗത്സമനെ തകർന്നു പോകത്തില്ല. അവിടെ നീ തകർന്നു പോകത്തില്ല. കാൽവറിയിൽ ജയം ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗതസമനെ നീ തകരത്തില്ല. അവിടെ നിന്നെ ധൈര്യപ്പെടുത്താൻ ബലപ്പെടുത്തുവാൻ കരുത്തുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ തീരാതെ കർത്താവ് നിന്നെ കുറിച്ചുള്ള വിളികൾ അത് പൂർത്തീകരിക്കാതെ വണ്ണം പ്രാണനെ തൊടാൻ ദൈവം അനുവദിക്കുന്നവനല്ല. എത്ര പേർക്ക് രാത്രി ആമയം പറയാനിടയായിട്ടില്ല? കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് ഈ രാത്രി ഒന്ന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? നിന്റെ പ്രാണനെ തൊടണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കപ്പെടത്തില്ല. ഏതെല്ലാം രോഗങ്ങള് കെടുതികള് നിന്റെ മേൽ വന്നാല് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കപ്പെടത്തില്ല. ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ പ്രസംഗിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന് നിശ്ചയമായിരുന്നു. 2019 ജീവിതത്തിൽ നിർണായകമായൊരു സംഭവം എന്റെ ജീവിതത്തിനകത്തുണ്ടായി. എന്റെ വീട് ചെറിയ വീടാണ്. ഞങ്ങളുടെ വീടിന്റെ മുകളിലാണ് ഞങ്ങളുടെ കിണർ. ഒരു 80-70 വർഷം മോളിൽ പഴക്കമാണ് ഞങ്ങളുടെ കിണറിന്. ഞങ്ങളുടെ കിണർ കെട്ടിയിട്ടില്ലായിരുന്നു. താഴേന്ന് കെട്ടി മോളിൽ കെട്ടിയിട്ടില്ല. 70 വർഷം മോളിൽ പഴക്കം. ഞങ്ങളുടെ കാലഘട്ടമായ കിണർ കെട്ടി. ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ്. വേനൽക്കാലമാകുമ്പോൾ വെള്ളം ചീത്തയാകാതിരിക്കാൻ വേണ്ടി വലയിട്ട് സൂക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം എല്ലാ ദിവസം ചെന്ന് വലയിൽ വീഴുന്ന കരികിലേക്ക് തട്ടിക്കളയും. ചെയ്യുന്ന എന്നാ ചോദിച്ചാൽ മുന്നോട്ട് കിണറിന്റെ വക്കിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ആ മതിലേ നിന്നുകൊണ്ട് കൈകൊണ്ട് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് വലയിൽ കിടക്കുന്ന കരികൾ ഇങ്ങനെ തട്ടിക്കളയും. ഒരു നവംബർ ഒക്ടോബർ മാസത്തില ആ സമയത്ത് മഴയുടെ സമയമാണ്. ഇവിടെ നിൽക്കുന്ന കിണറിനെ ചുറ്റും മഴ പെയ്ത് പായലുണ്ടായിരുന്നു. എന്റെ വൈഫ് അപ്പുറത്തുണ്ട് ആ സമയത്തുണ്ടായിരുന്നു. എനിക്ക് അന്ന് പിറ്റേ ദിവസം ഒരു യോഗത്തിന് പോകേണ്ടതായിട്ടും അങ്ങനെ പല ദിവസം ഇങ്ങനെ ചെയ്തു വരിക. അന്നൊരു ദിവസം വ്യാഴാഴ്ച ഞാൻ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് വലയിൽ കിടന്ന കരികിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. വഴുതി ദിക്ക് സമയത്ത് എന്റെ നിന്ന സ്ഥലത്ത് റബ്ബർ ചെരുപ്പിട്ട് ചെരുന്നുണ്ട്. കാല് വഴുതി ഞാൻ കിണച്ചിലോട്ടായി. എന്റെ വെയിറ്റ് മുഴുവനും മുന്നോട്ടായിരുന്നു. വലയും പൊട്ടിച്ചുകൊണ്ട് ഞാൻ നേരെ തല താഴേക്കും എന്റെ കാല് മുകളിലിട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ഞങ്ങളുടെ കിണറ്റിലോട്ട് താഴെ വീണു. എന്റെ വൈഫ് അന്നേരം നോക്കിയപ്പോ പുള്ളി പിന്നീട് പറഞ്ഞു, സെക്കൻഡുകൾക്ക് എന്റെ കാല് മുകളിലോട്ട് നിൽക്കുന്നത് കണ്ടു, താഴേക്ക് വീഴുക. എന്റെ ഉള്ളിൽ ഭയങ്കര ഭീതി തോന്നി ആ സെക്കൻഡിൽ. അപ്പൊ ആ ദിവസങ്ങളിൽ ഞാന് ചില മാസങ്ങൾക്ക് പിറകിൽ കുറെ ദിവസം വേറിട്ട് ദീർഘ ദിവസങ്ങൾ. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ദൈവമായി ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിച്ച ഞാൻ കിണറ്റിൽ വീണു. 2 കിണറ്റിനകത്തേക്ക് പാറയെ ചുറ്റി. ഞങ്ങളുടെ വീട്ടിൽ കിണറില് ചുറ്റും പാറ. കിണറ്റിനകത്തേക്ക് ഞാൻ താഴെ വീണു. ആ സെക്കൻഡുകൾ എന്റെ മനസ്സിൽ മിന്നി പറഞ്ഞത്, ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ പാമ്പാടിയിൽ 42 വയസ്സുള്ളൊരു യൗവനക്കാരന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പാമ്പാടി സ്വദേശി. അപ്പൊ എന്റെ മനസ്സിനടുത്ത് ചിന്ത, ദൈവമേ എന്റെ അടക്കമാണോ നാളെ? 42 വയസ്സുള്ള യൗവനക്കാരൻ മരിച്ചു, എന്റെയും അടക്കമാണോ എന്ന ചിന്ത അടുത്ത ഹൃദയത്തിൽ ചിന്ത വന്നു. വെള്ളത്തിലേക്ക് താഴേക്ക് താന്നു പോവുകയാണ്. സെക്കൻഡുകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. വെള്ളം വായിലോട്ട് കയറിക്കൊണ്ടിരിക്കുക.
ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഒരു ആയുസ് തരുന്നെങ്കിൽ, ഈ ദൈവം ആയുസ് തരുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടോളാം, നിന്നുകൊള്ളാമെന്ന് പറഞ്ഞു. താഴോട്ട് താന്നു പോകുന്ന വെള്ളം കുടിച്ച് ഇങ്ങനെ നിൽക്കുക, കാലും കൈയിട്ട് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ പൊങ്ങി വന്നു. മുകളിലല്ല, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഞങ്ങളുടെ നാട്ടിൽ അരിഞ്ഞാണോ എന്നാ പറയുന്ന കിണറിന്റെ അവിടെ പിടിച്ച് ഞാൻ 2 കൈ കൊണ്ട് പിടിച്ച് നിൽക്കുക. അപ്പൊ ഈ പാറയായതുകൊണ്ട് പായലുണ്ട്, കുളിക്കാൻ വേണ്ടി എണ്ണയും കൂടെ ഒക്കെ തേച്ച് നിന്നുകൊണ്ട് പിടിക്കുമ്പോ വഴുതിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പൊ എന്റെ വൈഫ് കാറിക്കൊണ്ട് ഓടി, ഇവിടെയുള്ള ആളുകളെ വിളിക്കാൻ വേണ്ടി. പുള്ളി ഓടിയ വഴിക്ക് പറഞ്ഞ് പിടിച്ച് കിടന്നോളം. എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല, പിടിച്ച് കിടന്നോളം എന്ന് പറഞ്ഞു. സെക്കൻഡുകളിൽ കുറച്ചു പേര് വന്നു. അവര് വരുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ആംബുലൻസ് വണ്ടി ഒന്നും വിളിക്കണം, ഞാൻ കയറി വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ അവിടെ അടുത്തുള്ളൊരു കിണർ തേകുകയൊക്കെ ചെയ്യുന്ന, വൃത്തിയാക്കാൻ പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം കിണറ്റിൽ ഇറങ്ങി വന്നു. എനിക്ക് ഇതിലെ കൂടി കയറിട്ട് ഞാൻ മുകളിൽ കയറി വന്നു. എന്റെ പുറത്തിന് ചെറിയൊരു മുറിവ്, ചെറിയ ഒരു പാറല് മാത്രമേ എന്റെ ശരീരത്തിനേറ്റുള്ളൂ. ഞങ്ങളുടെ വീടിന് ആ കിണറിനകത്ത് മുഴുവനും പാറയാ. പക്ഷേ എന്റെ തലയോ കാലോ കയ്യോ ഒരു സ്ഥലത്തും ഇടിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. പക്ഷെ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ. വ്യാഴാഴ്ച ഞാൻ ഈ കിണറ്റിൽ വീഴുന്നു. ബുധനാഴ്ച പകലില് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ വാക്യമുണ്ട്. വചനം ധ്യാനിക്കുകയാണ്. സിംഹത്തിന്റെ കുഴിക്കകത്തു വീണ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായടച്ച ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ വചനം ധ്യാനിച്ച വചനങ്ങളെല്ലാം ബുക്കിലേക്ക് പകർത്തി എഴുതുക. വിടിവിക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ബുധനാഴ്ച വചനം സന്ദേശം ഒരുക്കിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ അതിങ്ങനെ എഴുതി, ദൈവം വിടിവിക്കുന്നവനാ. പക്ഷേ ബുധനാഴ്ച പകൽ വചനം ധ്യാനിച്ചു. വ്യാഴാഴ്ച പകൽ എന്റെ ജീവിതത്തിൽ അക്ഷരികമായത് സംഭവിക്കപ്പെട്ടു. എന്റെ കാലിനോ കൈക്കോ മുറിവ് തട്ടാതെ വേണം എന്നെ ആയുസോടെ ദൈവം നിർത്താനിടയായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ഈ രാത്രി കർത്താവ് നിന്നെ ഏൽപ്പിച്ച മഹത്വകരമായ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടാതെ വേണം ഒരു രോഗത്തിന്, ഒരു കെടുതികൾക്ക്, ഒരു പോരാട്ടങ്ങൾക്ക്, ഒരു വെല്ലുവിളികൾക്ക് നമ്മെ തൊടാൻ സാധ്യമല്ല. യേശു ഈ രാത്രി നമ്മെ വിടിവിക്കുന്നവനാണ്. യേശു നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതിനുശേഷം അനേക ഇടങ്ങളിൽ പരസ്യമായി യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക ദൈവം ഭാഗ്യം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഗത്സമനയിൽ യേശു തകരുമെന്ന് പിശാച് കരുതി. അവിടെ യേശു കർത്താവ് തകർന്നു പോയാൽ രക്ഷ നമുക്ക് ലഭ്യമാകത്തില്ല. യേശു കർത്താവ് ഗത്സമനയിൽ ആ ഹൃദയം പൊട്ടി മരിച്ച രക്ഷ നമുക്ക് ലഭിക്കപ്പെടത്തില്ല. അത് സംഭവിക്കപ്പെടാതിരിക്കാൻ യേശുവിനെ ധൈര്യപ്പെടുത്തുക. ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിറങ്ങി യേശുവിനെ ധൈര്യപ്പെടുത്തി. ഈ പ്രാർത്ഥന കഴിഞ്ഞ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 18 വായിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷമാണ്. 4-ാമത്തെ വാക്യത്തിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് യേശു എഴുന്നേറ്റ് ആ തോട്ടത്തിന് വെളിയിൽ വരികയാണ്. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പട്ടാള പോലീസുകാരും തീവട്ടിപ്പന്തങ്ങളുമായി നസ്രായനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. സ്തോത്രം. യേശു വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? തനിക്ക് നേരിടാൻ ഉള്ളതെല്ലാം അറിഞ്ഞവൻ പുറത്തു വന്നു. സ്തോത്ര. എങ്ങനെ പുറത്തു വന്നു? പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കപ്പെട്ട്, പിതാവെങ്കിൽ നിന്ന് കരുത്ത് പ്രാപിക്കപ്പെട്ട്, കാൽവരി ക്രൂശിലേക്ക് നടന്നെടുക്കുവാനുള്ള എല്ലാ ആത്മീയ ശക്തിയും കരുത്ത് പ്രാപിക്കപ്പെട്ട് യേശു കർത്താവ് പുറത്തു വന്നു. അപ്പോൾ അവരെല്ലാം തീവട്ടി പന്തങ്ങളുമായി യേശുവിനെ ചുറ്റും നിൽക്കുക. അവർക്ക് യേശുവിനെ അറിയത്തില്ല. അവര് ചോദിക്കുകയാണ്. യേശു അവരോട് അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? യേശു മറുപടി, അവർ പറയുന്നു, ഞാൻ നസറേയനായ യേശുവിനെ അന്വേഷിക്കുന്നു. ഉടനെ കർത്താവിന്റെ മറുപടി ശ്രദ്ധിക്കണം, അത് ഞാനാണ്. എത്ര ധൈര്യത്തോടെ, എത്ര ഉറപ്പോടെ യേശു പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന നസറേയനായ യേശു ഞാനാ. സ്തോത്രം. യേശു കർത്താവ് പേടിച്ചു പോയില്ല, ഭയന്നോടിയില്ല. ഇത് ഭയന്നോടുന്ന മാർഗമല്ല. എത്ര പേര് ഇന്ദ്രാത്രയോട് ചേർന്ന് ആമേൻ പറയും? ഇത് ഭയന്നോടുന്ന മാർഗമല്ല, കരുത്തോടെ ജയത്തോടെ മുൻപോട്ട് പോകുന്ന മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം.
യേശു തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞവൻ പുറത്തു വന്നു. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി ക്രൂശ് വരെയും യേശു കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ സുവിശേഷകന്മാർ വിവരിക്കപ്പെടുകയാണ്. യേശു കർത്താവിനെ അവനെ ക്രൂശിക്കാൻ പീലാത്തോസ് അവനെ പറഞ്ഞു വിട്ട് അവനെ അനുവദിച്ചു കൊടുക്കുകയാ. സ്തോത്രം. യേശു കർത്താവിനെ ഒരു കൽത്തളത്തിൽ നിർത്തിയിട്ട് അവന്റെ വസ്ത്രം അഴിച്ച് വിവസ്ത്രനായി നിർത്തിയിട്ട് ഒരു സ്തംഭത്തിൽ മേൽ നിർത്തി അവന്റെ കൈകാലുകളെ ബന്ധിച്ചിട്ട് കൈകൾ ബന്ധിക്കുന്നതോടുകൂടി അവന്റെ ശരീരം മുഴുവന് കുനിഞ്ഞു പോരുകയാണ്. കുരിയത്തക്ക നിലയിൽ അവന്റെ ശരീരമാകപ്പെടുകയാണ്. സ്തോത്ര. റോമൻ ചാട്ടവാറ് കൊണ്ട് ഈ കട്ടികളും ആ മുള്ളു കഷ്ടങ്ങളും ഇരുമ്പ് ദണ്ഡങ്ങളുമുള്ള പ്രത്യേക തോൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ചാട്ടവാറ് കൊണ്ട് യേശു കർത്താവിന്റെ ആ കുരിയ